ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ആക്ച്വലി DJI Osmo Pocket 4ൻ്റെ കാര്യം അറിയണ്ടായിരിക്കും. DJI Osmo Pocket 4 ഇപ്പോൾ അടുത്ത മാസമായിട്ട് ലോഞ്ച് ആവാൻ പോകുന്നുണ്ട്. ലീക്ക് അനുസരിച്ചിട്ട് DJI Osmo Pocket 4 സീരീസ് രണ്ടെണ്ണം വരാൻ ചാൻസ് ഉണ്ട്. നോർമൽ ഒരു 4ഉം പിന്നെ ഒരു 4 Pro എന്നൊരു മോഡലും വരാൻ ചാൻസ് ഉണ്ട്. Pro 4ൽ വലിയ ഡിഫറൻസ് കാണാനൊന്നുമില്ല. എക്സ്ട്രാ 2 ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി അവരുടെ സ്റ്റെബിലൈസേഷൻ കാണാൻ ചെറുതായിട്ട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അല്ലാണ്ട് വേറെ വലിയ ചേഞ്ചസും കാണാനൊന്നുമില്ല. പക്ഷേ പ്രോ സീരീസിൽ 2 ലെൻസ് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു എന്താ പറയുക ലൈറ്റ് വരാനുള്ള ഒരു നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ലൈറ്റ് വരാനുള്ള സംഭവം വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അതല്ലാണ്ട് വേറെ ചേഞ്ചസുകളൊന്നുമില്ല. പക്ഷേ പ്രൈസ് എന്തായാലും നല്ല പോലെ ബമ്പാവും. നിങ്ങൾക്ക് അറിയാം നമ്മുടെ DJI Osmo Pocket 3 നമുക്കിപ്പോൾ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. നല്ല പോലെ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇത് സ്റ്റാൻഡേർഡ് കോംബോ ഉണ്ട്. ഞാനിത് ആക്ച്വലി ആദ്യം വാങ്ങിച്ചാണ് കേട്ടോ. ഫ്രഷ് ഇപ്പോൾ ആദ്യം ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നമ്മുടെ അതിന് മുമ്പുണ്ടായിരുന്നു, ഞാൻ സെൽ ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് ലോഞ്ചായ പ്രൈസ് 70,000 രൂപയായിരുന്നു. അതായത് ക്രിയേറ്റർ കോമ്പോന് തന്നെ 55, 56, 60, 56 റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആക്ച്വലി സാധനം നമുക്ക് നോർമൽ സ്റ്റാൻഡേർഡ് കോംബോ ആണെങ്കിൽ 37 രൂപയ്ക്ക് കിട്ടും ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ. നമ്മുടെ ക്രിയേറ്റർ കോംബോ ആണെങ്കിൽ 55 രൂപയ്ക്ക് കിട്ടും. 55, 55 താഴെയും കിട്ടും. എന്താ വെച്ചാൽ ഞാൻ ഫ്ലിപ്കാർട്ട് ആമസോൺ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് ഇന്ത്യൻ വേരിയന്റ് കൊടുക്കുന്ന ഓതറൈസ് സെല്ലറാണ് ഫ്ലിപ്കാർട്ട് ആമസോൺ. നമുക്ക് ഇന്ത്യയിൽ വാറണ്ടിയും റീപ്ലേസബിൾ വാറണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ ഇവർ ത്രൂ വാങ്ങിക്കണം. അല്ലാണ്ട് ഈ ഡിസൈൻ ഇൻഫോ ത്രൂ എന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വാറണ്ടി കിട്ടില്ല. എന്ന് വെച്ചാൽ ഇവരെല്ലാം ഇന്ത്യയിൽ വിൽക്കുന്നത് അവരൊരു ഓതറൈസ് സെല്ലർ, അതായത് ഒരു ഓതറൈസ് ഏജൻസി ത്രൂ ആണ്. നോർമലി ഒരു റീപ്ലേസ്മെന്റ് ഇത് പുതിയ ഫ്രഷ് ബോഡി സാധനം തരിക ചെയ്യാൻ. റിപ്പയറിങ് ഭയങ്കര ചെറിയ കംപ്ലൈൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ മാത്രം റിപ്പയറിങ് അല്ലെങ്കിൽ പുതിയ പീസ് വരും. അത് കിട്ടണമെങ്കിൽ ഇവർ ത്രൂ വാങ്ങിക്കണം. അല്ലാണ്ട് ഡിസൈൻ ഇൻഫോക്ക് സെല് ചെയ്യുന്നത് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ അതാണ് അവർക്ക് പ്രൈസ് കുറവ്. ഞാൻ ഡിസൈൻ ഇൻഫോ എന്നാണ് ഈ മൈക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കംപ്ലൈൻറ്റ് വന്നാൽ മിക്കവാറും അവന്മാർ പോയി പണിയാക്കാൻ പറയും. അറിയില്ല എന്ന് വെച്ചാൽ വാറണ്ടി ഒഫീഷ്യൽ വാറണ്ടി ഇല്ലല്ലോ. അവർ വാറണ്ടി തരുന്നൊക്കെയാണ് അവർ പറയുന്നത്. ദൈവത്തിന് അറിയാം. ഇത് മുംബൈയിലാണ് കിടക്കുന്ന ഒരു ഷോപ്പാണ്, അല്ലാണ്ട് വേറെ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആദ്യം വാങ്ങിച്ചതാണ്. നമ്മുടെ എന്ന് വെച്ചാൽ ഇതിൻ്റെ എത്ര ക്വാളിറ്റി ഇപ്പോൾ 37 രൂപയ്ക്ക് നിങ്ങൾക്കൊരു വ്ളോഗിങ് ക്യാമറ ഇത് 1 ഇഞ്ച് സെൻസറാണ് വരുന്നത്. അതും ഇത്രയും ക്വാളിറ്റി തരുന്ന ഒരു ക്യാമറ 37 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏത് ഫോൺ വാങ്ങിച്ചാലും കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഐഫോണൊക്കെ വാങ്ങിക്കുന്നത് വരും 70,000, 50,000 കൊടുത്തിട്ട്. അതും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഐഫോണൊക്കെ ബോധമുള്ളവരൊന്നും വാങ്ങിക്കില്ല. പിന്നെ ക്യാഷ് കുറവുള്ളവർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല. ഫോണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അല്ലാത്തവർ നിങ്ങളിപ്പോൾ ഈ 80,000 കൊടുത്തിട്ട് iPhone 17 പോയി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട 60 വാങ്ങിക്കാൻ പോയി തന്നെ 66, 67 രൂപയാവും. അപ്പോൾ അതിൻ്റെ പകുതി പ്രൈസ് നിങ്ങൾക്ക് ഈ കിടിലൻ സാധനം കിട്ടും. ഇത് മാത്രമല്ല, ഇതിലെന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കിത് മെമ്മറി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കാം. 2 TB വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയത് നമുക്ക് 256 കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പ്രൈസ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ DJI Action 4 സെൽ ഔട്ട് ചെയ്യാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിട്ട് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ എടുക്കാൻ ഒരു സാധനം നോക്കുന്നുണ്ട്. DJIൻ്റെ ക്യാമറ എടുക്കണോ ഐഫോൺ എടുക്കണോ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് മെയിൻ പറയാൻ കാരണം കേട്ടോ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊരു സ്റ്റാൻഡേർഡ് കോംബോ ആണ്. ഇതിൽ നമുക്ക് ഇവരുടെ കുറച്ച് അക്സസറീസും അതുപോലെ തന്നെ ഈ ക്യാമറ വെക്കാനുള്ള കേസും പിന്നെന്താ ഇതിൽ വരുന്ന അക്സസറീസ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ മുമ്പ് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരാത്തത്. ഇതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കേസും അതുപോലെ തന്നെ ഒരു ഡോക്കും ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് ഈ ട്രൈപോഡിലൊക്കെ വെക്കണമെങ്കിൽ ഈ ഡോക്ക് വേണം. ഇതും ഡോക്കും മാത്രമേ കാര്യമായിട്ടുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. മറ്റേ ക്രിയേറ്റർ കോംബോ ആണെങ്കിൽ നമുക്കൊരു പൗച്ച് കിട്ടും, പിന്നെ ഒരു മൈക്ക് കിട്ടും, പിന്നെ ഒരു ബാറ്ററി പാക്കും കിട്ടും. ഇതിലതില്ല, അതാണ് ഡിഫറൻസ് വരുന്നത്. പക്ഷേ ക്രിയേറ്റർ കോംബോ വേസ്റ്റാണ് അത്രയും പ്രൈസ് കൊടുത്തിട്ട്. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് യൂസ് ഉണ്ടെങ്കിൽ മാത്രം കയ്യിലേക്ക് പോയാൽ മതി. അല്ലാതെ സുഖമാണ്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സംഭവമൊക്കെ ഉണ്ട്, ഈസിയായിട്ട് ചാർജ് ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത് വേണ്ട. നിങ്ങൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി കാണിച്ചാൽ എന്താ വെച്ചാൽ അടുത്ത സെക്ഷൻ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. ഇതേ സെയിം സെറ്റപ്പിൽ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോണിയുടെ മിറർലെസ് ക്യാമറയിലാണ് വിത്ത് സിഗ്മ പ്രൈം ലെൻസിൽ. അപ്പോൾ ഇതേ സെറ്റപ്പിൽ നമ്മൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻഡോറിൻ്റെ ക്വാളിറ്റി 1 ഇഞ്ച് സെൻസറാണ് വരുന്നത്. ക്യാമറയുടെ സെൻസറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സെൻസറാണ് അതിൻ്റെ പകുതിയുള്ളൂ, പകുതി പോലും ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നിങ്ങളൊരു ഫോണിൻ്റെ സെൻസർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കും. ഫോണിൻ്റെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോട്ടോറോള സിഗ്നേച്ചറിലാണ് ഉണ്ട് അത്യാവശ്യം. അല്ല 1 ഇഞ്ച് സെൻസർ ഷോമിയുടെ ഫോണിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ റേഞ്ചിൽ വരുമ്പോൾ സിഗ്നേച്ചറിലാണ് പിന്നെയും അത്യാവശ്യം വലിയ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റേഞ്ചിൽ കിട്ടാം 1.28 ഇഞ്ചാണ് സെൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ അറിയാലോ. അപ്പോൾ ആ ഡിഫറൻസ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ എടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മളത് പറഞ്ഞില്ല എന്നുകൊണ്ട്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വില്ലേജ് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത വീഡിയോയിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ DJI Osmo Pocket 3 എടുക്കുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം.
നമ്മുടെ പ്രൈം ലെൻസിൻ്റെ അത്ര ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഫോണിൽ പോയാലും അങ്ങനെയൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൽ നമ്മുടെ എന്താ പറയുക മറ്റേ മോഡ് ഉണ്ടല്ലോ, ഇത് പോർട്രേറ്റ് വീഡിയോ മോഡ് ഉണ്ടല്ലോ, അത് ഇടേണ്ടി വരും. പക്ഷെ എന്നാലും ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വരുന്ന ക്വാളിറ്റി നോക്കി നോക്കട്ടെ. ഇപ്പോൾ ഇതിന് നേരത്തെ നമ്മൾ ക്യാമറയിൽ എടുത്ത അതേ സെറ്റപ്പിൽ തന്നെയാണ് ഒരു സ്റ്റുഡിയോ ലൈറ്റും മാത്രം നമ്മൾ വെച്ചിട്ടുള്ളൂ, വേറെ ഒരു ലൈറ്റും ഇല്ല. അതിൽ നിങ്ങൾക്ക് ഇതേ ക്വാളിറ്റിയാണ്, ഇത്രയും ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് നമ്മുടെ DJI Pocket 3 കിട്ടുന്നത്. ഇത് കുട്ടിസാണ്, കൊണ്ടുനടക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ കുറേ പേര് പറയും ഫോണാണെങ്കിൽ നമുക്ക് കൊണ്ടുനടക്കാൻ സുഖമാണല്ലോ. അപ്പോൾ ഇതായാലും കൊണ്ടുനടക്കാൻ ഒരു പാടുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ സാധനം. നിങ്ങൾക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയായിരിക്കും. അപ്പോൾ വോയിസ് കേൾക്കുന്നതും ഞാൻ മൈക്ക് നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്ക് നമ്മളിപ്പോൾ ഇല്ല, ഡയറക്റ്റ് നമ്മുടെ ഇതിൻ്റെ മൈക്ക് ത്രൂ ആണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നോക്കാം. DJI Osmo Pocket 3ൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കുറേ കണ്ടായിരിക്കും, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണമെന്നില്ല. പക്ഷേ ഈ ജസ്റ്റ് ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട്, അതായത് കുറേ പേര് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിൻ്റെ DJIൻ്റെ Action 4 ആയാലും Action 5 ആയാലും Action 6 ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. Action 4ൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ കുറച്ച് കാലം മുമ്പ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ കാറിൽ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഫുള്ള് Action 4 എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് DJIൻ്റെ ക്യാമറാസ് അത് കാരണം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ച രണ്ടെണ്ണമാണ് ഈ Pocket 3യും. Pocket 3 മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ സെൽ ഔട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യം ഒന്നുകൂടി വാങ്ങിച്ചാണെന്ന് വെച്ചാൽ Pocket 4 ഞാൻ ആദ്യം പിന്നെ Pocket 4 വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും നല്ല പോലെ പ്രൈസ് ബമ്പ് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദുബായിലും പുറകെ പോയി വാങ്ങിക്കേണ്ടി വരും. ഇതിന് പ്രൈസ് കുറവാണ്, അതിന് 29, ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 27 രൂപയ്ക്ക് കിട്ടും. ഇതിന് 64 GB ഇപ്പോൾ വരുന്ന എല്ലാ മോഡലുകൾക്കും നമുക്ക് ഇൻബിൽഡ് സ്റ്റോറേജ് ഉണ്ട്, അതൊരു ഗുണമാണ്. ഇനി വരുന്ന Pocket 4നും ഇൻബിൽഡ് സ്റ്റോറേജ് ഉണ്ടായിരിക്കും, അതൊരു ഡിഫറൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ മൈക്രോ SD കാർഡ് മറന്നു കഴിഞ്ഞാൽ പണിയാണല്ലോ. ഞാൻ ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട്, ഞാൻ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് ഒരു എന്താ പറയുക എറണാകുളത്ത് പോയ സമയത്ത് അതിൻ്റെ താമസിച്ച് ഹോട്ടലിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ മെമ്മറി കാർഡ് എടുക്കാൻ മറന്നു Pocket 3ൻ്റെ. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പമുണ്ട്. അത് ഇപ്പോൾ ഇനി വരുന്ന ലേറ്റസ്റ്റ് ക്യാമറാസിലൊന്നും DJI പ്രശ്നം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എല്ലാത്തിലും മിനിമം 64 GB 50 GB ഒക്കെ മിനിമം എന്താ പറയുക ഫ്രീ മെമ്മറി ഉണ്ടായിരിക്കും. SD കാർഡ് നിർബന്ധമില്ല, SD കാർഡ് സ്ലോട്ട് ഉണ്ടായിരിക്കും. അതല്ലാണ്ട് നമുക്ക് ഇതിപ്പോൾ DJI Nano കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതിൽ 64 GB കിട്ടും, 128 GB കിട്ടും. അപ്പോൾ ഞാൻ 64 എടുത്ത് 128 GB കിട്ടും. 120 GB വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മെമ്മറി കാർഡിൻ്റെ ആവശ്യമില്ല. മെമ്മറി കാർഡിൻ്റെ ഒക്കെ പ്രൈസ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയായിരിക്കും. ഇതിലാകുമ്പോൾ നമുക്ക് ഒരു 5000 രൂപ ഡിഫറൻസ് വരുന്നത്. 128 GB മെമ്മറി കാർഡ് നല്ല ഇതിലാണെങ്കിൽ നമുക്ക് എക്സ്ട്രീം അല്ലെങ്കിൽ എക്സ്ട്രീം പ്രോ വേണം. Action 4 ഇടുകയാണെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ അതിനും ആൾമോസ്റ്റ് ആ സിമിലർ തരം പ്രൈസ് തന്നെ വരും. അപ്പോൾ ഓൾമോസ്റ്റ് വലിയ മെമ്മറി കാർഡ് വാങ്ങിക്കേണ്ട അതേ പ്രൈസിന് വരും, മെമ്മറി കാർഡ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന Pocket 4ലും ഇതേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ പ്രൈസ് നല്ലപോലെ ബമ്പുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ Pocket 3ന് ഇപ്പോൾ പ്രൈസ് 38-37 കിട്ടും. ഇനി ഇറങ്ങാൻ പോകുന്ന Pocket 4നും മിക്ക സ്റ്റാൻഡേർഡ് കോമ്പോന്ന് തന്നെ മിനിമം ഒരു 55-60 ഉണ്ടെങ്കിൽ, 60 ഇല്ലെങ്കിൽ ഭാഗ്യം. മിക്കത് എന്തായാലും മിനിമം 55 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഉറപ്പാണ്. എന്ന് വെച്ചാൽ അത് പ്രോ മോഡലിൽ ഇറങ്ങുന്നുണ്ട്. പ്രോ മോഡൽ മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ പ്രൈസിങ് മിക്കവാറും 1,80,000 ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും പ്രൈസ് ബമ്പ് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളുടെ കാര്യം തന്നെ നോക്കി അറിയാം, പ്രൈസ് ബമ്പ് ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. നത്തിങ്ങിൻ്റെ കാര്യം തന്നെ ഉണ്ടല്ലേ, കഴിഞ്ഞ കൊല്ലം നത്തിങ് 3 30, 25, 24, 23 രൂപയ്ക്ക് ഇറങ്ങിയ സാധനം ഇപ്പോൾ 35 രൂപ, 32, 33 രൂപയ്ക്കാണ് ഇറങ്ങുന്നത്. അത് ഇപ്പോൾ ഈ ഇൻട്രഡക്ടറി ഓഫറായിട്ട് 4000 രൂപയുടെ കാർഡ് ഡിസ്കൗണ്ട് ഉള്ള കാരണമാണ് നമുക്ക് 30ൻ്റെ താഴെ ഓഫർ വരുന്നത്. അതും 8 GB 128 GB വരുന്നുണ്ട്. അതിലിങ്ങനെ അതിൻ്റെ പ്രൈസ് നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 10,000 രൂപ ഡിഫറൻസ് എന്തായാലും ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. അപ്പോൾ അത് മാത്രം നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ DJI Osmo Pocket 4ലേക്ക് പോയാൽ മതി. എന്ന് വെച്ചാൽ 4ലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഇതുപോലെ പറഞ്ഞ കുറച്ച് മൈനർ ചേഞ്ചസുകളേ ഉള്ളൂ. സെൻസറിനോ അങ്ങനെ സംഭവത്തിനൊന്നും ചേഞ്ച് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ബെറ്റർ ഇപ്പോഴും Pocket 3 വാങ്ങിക്കുക തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ കേട്ടോ. നിങ്ങളൊരു വ്ളോഗിങ് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കണ്ണും കൂട്ടി വാങ്ങിക്കാൻ നല്ലത്. എന്ന് വെച്ചാൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ Pocket 4 ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ DJI നോർമലി അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാറില്ല. ഇപ്പോൾ DJI Action 4ഉം 5 ഒക്കെ കിട്ടും വാങ്ങിക്കാൻ, സ്റ്റോപ്പ് ചെയ്യാറില്ല. പക്ഷേ ഇനിയും പ്രൈസ് കുറയാൻ ചാൻസ് കുറവാണ് കേട്ടോ. അതിനായിട്ടും ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇത് ലോഞ്ച് ആയത് 50-55 രൂപയ്ക്കൊക്കെയാണ്. ഇപ്പോൾ 35, 36, 37 രൂപയ്ക്കൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങിക്കട്ടെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.